ഇന്നത്തെ റെസിപ്പി നെത്തോലി തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെത്തോലി കഴുകി മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ആദ്യം നമുക്ക് അരച്ചെടുക്കാം. തോരൻ അരപ്പരച്ച് ആദ്യം എടുത്ത് വെക്കണം. ഇപ്പോൾ അതിനാവശ്യമായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ഇതിലേക്ക് ഒരു ഇഞ്ചി, ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും, ഇച്ചിരി വലിപ്പമുള്ളൊരു 1/4 കഷ്ണോളം വരുന്നൊരു ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതുപോലൊന്ന് വെള്ളം ചേർക്കാതെ തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുക്കണമെന്ന്. ഇതിപ്പം കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലി ഇതുപോലെ മുള്ള് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തോരൻ വെക്കാനെടുക്കുന്ന ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിനാവശ്യമായിട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഈ നെത്തോലി തോരനിക്ക് എടുക്കുന്നത്. നെത്തോലി പീര പറ്റിക്കുന്നതല്ല, നെത്തോലി തോരനാണ്. തോരനിക്ക് കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത്. കൊച്ചുള്ളി തോനെ ചേർത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ കൊച്ചുള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കൊച്ചുള്ളി. അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊളന്ന് കീറി ഇട്ട് കൊടുത്താൽ മതി. തോനെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് വഴണ്ടി വന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലി ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും നെത്തോലിയും കൂടെ ഒന്നിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ വഴറ്റുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നെത്തോലി ആ ഉള്ളിയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തോരൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തക്കാളിയുടെ പകുതിയാണ്, അത് പകുതിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കുടംപുളിയോ വാളംപുളിയോ അതങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഈ തോരനയ്ക്ക്. തക്കാളി ഒരു പകുതി തക്കാളി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ ഉള്ളിലേക്ക് ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് തന്നെ ഒന്ന് ചേർത്തെടുത്ത് ഇപ്പം മിക്സ് ചെയ്യരുത്, ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. തോരൻ്റെ അരപ്പും ഇതുപോലെ ഒന്ന് പുറത്ത് തന്നെ ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റണം. ആവി കയറ്റുമ്പം ആ ഉള്ളിയായാലും ഇട്ട തേങ്ങായും അരപ്പും ഒക്കെ ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആവി കയറി ഒത്തിരി നേരം നമ്മൾ അടച്ചു വെക്കരുത്, നോയ കുഴഞ്ഞു പോകും. ഉള്ളിക്കായാലും ഒന്നിനും വേവില്ലാത്തതാണ്. ഇതിപ്പം ആവിയിലിരുന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പും എല്ലാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇതിപ്പം ഈ ചൂടയുടെയൊക്കെ മുള്ളെടുത്തിട്ടുണ്ട്, ഈ നെത്തോലിയുടെ മുള്ളെടുത്തത് കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് കുഴഞ്ഞാൽ ഇത് മുള്ള് ഇടയ്ക്ക് കടിക്കത്തില്ല. കുട്ടികൾക്കായാലും ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. മുള്ള് എടുക്കാതെയും നമുക്ക് ചൂട വെക്കാം, ഇതുപോലെ നെത്തോലി തോരൻ വെക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ നെത്തോലിയുടെ മുള്ളെടുത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നെത്തോലി തോരൻ, അതായത് ചൂടത്തോരൻ.